ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി. ഇന്ന് നമുക്ക് OET റീഡിങ്ങിൽ ഒരു സ്മാർട്ട് ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കിയാലോ. പലർക്കും OET റീഡിങ്ങിൽ ടൈം ഫ്രെയിമിനുള്ളിൽ ആൻസർ എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ. ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ടൈം ഫ്രെയിമിനുള്ളിൽ ആൻസർ ചെയ്യുന്നുള്ളത് നോക്കാം. അതിനുശേഷം നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കും. നിങ്ങൾ ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഇപ്പം പഠിക്കുന്ന ആ ഒരു ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം നോക്കാം. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്: വാട്ട് ഡസ് ദ വേർഡ് ഇറ്റ് റെഫേഴ്സ് ടു ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്. ലെക്സിക്കൽ റെഫറൻസ് ആണ്. നമുക്ക് റീഡിംഗ് പാർട്ട് സിയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലെക്സിക്കൽ റെഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറ്റ് എന്നുള്ളത് ഒരു സിമ്പിൾ ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പാരഗ്രാഫിൽ ഏത് സെൻറ്റൻസിലാണ് ഇറ്റ് എന്നുള്ള റെഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർലി ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹൗ കിം ഓൾസോ കെയിം ടു സീ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ഐഡൻറ്റിറ്റി. സോ ഹൗ കിം ഈ ഒരു കാര്യത്തെയാണ്, സോ ഇതിനെയാണ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ആ ഇറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്താ പ്രീവിയസ് റെഫറൻസ് ആണ് കൊടുത്തു വന്നിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസിനകത്താണ് ഇതിൻ്റെ മീനിങ്, നമുക്ക് ഏതിനെ എന്നുള്ളതിൻ്റെ മീനിങ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് സെൻറ്റൻസ് നമുക്ക് റീഡ് ചെയ്യാം. പ്രീവിയസ് സെൻറ്റൻസിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതായിരുന്നു, ഇൻസ്റ്റഡ് എന്ന് വെച്ചിട്ടാണ് നമുക്ക് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പകരമായി. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നമുക്ക് അതിന് മുമ്പേ ഉള്ള സെൻറ്റൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെയും പ്രീവിയസ് സെൻറ്റൻസ് നമ്മൾ എടുക്കുക. ഇൻട്രസ്റ്റിംഗ്ലി ദ പ്രൊഫസർ നെവർ ചേഞ്ച്ഡ് ഹിസ് സിന്തറ്റിക് വോയിസ്. അപ്പോൾ അവിടെ എന്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്? സോ ഇൻട്രസ്റ്റിംഗ്ലി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പ്രൊഫസർ എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നമുക്ക് ഓൾറെഡി നെയിം തന്നിട്ടുണ്ട് അല്ലേ, ഹൗക്കിങ്സ്. അപ്പം ഹൗക്കിങ്സ് എന്താ പറയുന്നത്? നെവർ ചേഞ്ച്ഡ് ഹിസ് സിന്തറ്റിക് വോയിസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ സിന്തറ്റിക് വോയിസ് അദ്ദേഹം ഒരിക്കലും ചേഞ്ച് ചെയ്തിരുന്നില്ല. എന്തിലേക്ക്? ടു എ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിസൈൻ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ദാറ്റ് ബെറ്റർ ഇമിറ്റേറ്റഡ് നാച്ചുറൽ സ്പീച്ച്. അപ്പോൾ ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈന് കുറച്ചും കൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു നാച്ചുറൽ സ്പീച്ചിനെ. ഇപ്പോൾ ഇവിടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് സിന്തറ്റിക് വോയിസിനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തില്ല, ചേഞ്ച് ചെയ്തില്ല കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഡിസൈനിലേക്ക് എന്നുള്ളതാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, പകരമായിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ഹൗക്കിംഗ് റീറ്റൈൻ കോൾ ടെസ്റ്റ്. അദ്ദേഹം കോൾ ടെസ്റ്റിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തുടർന്നു പോയത്. എക്സ്പ്ലെയിനിങ് ദാറ്റ് ഹീ ഫെൽറ്റ് ദ ലിമിറ്റഡ് മോഡുലേഷൻ, പരിമിതമായ മോഡുലേഷൻസ് വന്നപ്പോൾ ഓഫ് ദ വോയിസിനകത്ത് പരിമിതമായ മോഡുലേഷൻസ് വന്നപ്പോൾ അലൗഡ് ഹിസ് സ്പീച്ച് ടു ബി ഈസിയർ, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കുറച്ചും കൂടെ ഈസിയറായി ടു ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡ്യൂറിങ് ലെക്ചേഴ്സ്. സോ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ലെക്ചറിൻ്റെ സമയത്ത് കുറച്ചും കൂടെ എന്തായി എന്നുള്ളതാണ്, ബെറ്ററായി എന്നുള്ളതാണ്. സോ ദെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ള നമ്മുടെ സെൻറ്റൻസ് നമുക്ക് വരുന്നത്. ഹൗ കിങ് ഓൾസോ കെയിം ടു സീ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ഹിസ് ഐഡൻറ്റിറ്റി. സോ ഇതിനെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ ഏതിനെ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രീവിയസ് സെൻറ്റൻസ് നമ്മൾ കൃത്യമായിട്ട് റീഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹൗക്കിങ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. റീറ്റൈൻ കോൾ സിസ്റ്റത്തിൽ തന്നെ അതിന് അദ്ദേഹം പറയുന്ന എക്സ്പ്ലനേഷൻ ഉണ്ട്. ഹീ ഫെൽറ്റ് ദ ലിമിറ്റഡ് മോഡുലേഷൻ ഓഫ് ദ വോയിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ വോയിസ് എന്ന് പറഞ്ഞാൽ ആ വോയിസ് ഏതാണ് എന്നുള്ളതാണ്. ആ വോയിസാണ് അദ്ദേഹത്തിന് എന്താക്കിയത്? അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യാനായിട്ട് ഈസിയർ ടു ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡ്യൂറിങ് ലെക്ചേഴ്സ് എന്നുള്ളതാണ്. അപ്പം ആ ദ വോയിസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രീവിയസ് സെൻറ്റൻസിൽ നമ്മളോട് കൃത്യമായിട്ട് എടുത്ത് നമ്മളോട് പറയുന്നുണ്ട് സിന്തറ്റിക് വോയിസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇൻട്രസ്റ്റിംഗ്ലി ദ പ്രൊഫസർ നെവർ ചേഞ്ച്ഡ് ഹിസ് സിന്തറ്റിക് വോയിസ് ടു എ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിസൈൻ ദാറ്റ് ബെറ്റർ ഇമിറ്റേറ്റഡ് നാച്ചുറൽ സ്പീച്ച്. അപ്പം അദ്ദേഹത്തിൻ്റെ സിന്തറ്റിക് വോയിസിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യാത്തത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് അദ്ദേഹം ചേഞ്ച് ചെയ്യാതിരുന്നത്. പകരമായിട്ട് അദ്ദേഹം കോൾ ടെസ്റ്റ് ഉപയോഗിച്ചു. അതിന് എക്സ്പ്ലനേഷനായിട്ട് അദ്ദേഹം തരുന്നുണ്ട്. പരിമിതമായ മോഡുലേഷൻസ് വന്നപ്പോൾ സിന്തറ്റിക് വോയിസ്, ദ വോയിസ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ സിന്തറ്റിക് വോയിസ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിനെ ഈസിയർ ടു ഹിയറും അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതുമാകുന്നുണ്ട് ഡ്യൂറിങ് ദ ലെക്ചേഴ്സ് ടൈമിൽ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തിനെക്കുറിച്ചാണ് അവിടെ റെഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സോ ഹിയർ ദ ആൻസർ ഇസ് സിന്തറ്റിക് വോയിസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും ഇറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസ് ആണ്. പ്രീവിയസ് സെൻറ്റൻസിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് എപ്പോഴും നമുക്ക് ലെക്സിക്കൽ റെഫറൻസുകളുടെ ആൻസേഴ്സ് ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ പ്രീവിയസ് സെൻറ്റൻസുകൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള മീനിങ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് മീനിങ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റെഫറൻസിന് വേണ്ടി പ്രീവിയസ് സെൻറ്റൻസ് നമ്മൾ റീഡ് ചെയ്യണം. അപ്പം ക്ലാരിറ്റി വേണം നമ്മൾ വായിക്കുന്ന ഒരു കാര്യത്തിന് എന്നുള്ളതാണ്. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സോ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ചെയ്യാനായിട്ട് ഓൾറെഡി നമ്മളിവിടെ ടൈം കാണിക്കുന്നുണ്ട്. ആ പരിമിതമായ ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾ ആൻസർ എല്ലാവരും എടുക്കുക. അത് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് ആൻസേഴ്സ് കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതായിരുന്നു, ഇൻ ദ തേർഡ് പാരഗ്രാഫ് വാട്ട് ഡസ് ദ വേർഡ് ഇറ്റ് റെഫേഴ്സ് ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എടുക്കാനുള്ളത് ലെക്സിക്കൽ റെഫറൻസ് ഇറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ ടെക്നിക്ക് അനുസരിച്ച് പ്രീവിയസ് സെൻറ്റൻസ് എന്ത് നമ്മളോട് കൺവേ ചെയ്യുന്നു, ഐഡിയ നമുക്ക് അതിലേക്കും പുറകിലോട്ട് ഏതെങ്കിലും രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇറ്റുള്ള സെൻറ്റൻസ് ആദ്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓവർ 40 കൺട്രീസ്. അപ്പോൾ ഇത് പ്രസൻറ്റ് ആവുന്നുണ്ട്, 40ഓളം രാജ്യങ്ങളിൽ ഇത് ഏകദേശം ഉണ്ട്. ആൻഡ് ദർ വേർ വില്ലേജസ് ഇൻ ദ ബിജാഗോസ് വേർ എവറി സിംഗിൾ ചൈൽഡ് ഹാഡ് ബീൻ ഇൻഫെക്റ്റഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം തന്നെ ഒരു വില്ലേജസിൽ എല്ലാ സിംഗിൾ ചൈൽഡും ഇൻഫെക്റ്റഡ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് എടുക്കാനുള്ളത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ റെഫറൻസ് നമുക്ക് ബാക്ക്വേർഡ് റെഫറൻസ് ആണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ പ്രീവിയസ് സെൻറ്റൻസ് റീഡ് ചെയ്ത് നോക്കാം. ദ കണ്ടാമിനേഷൻ എമിനേറ്റ്സ്. ദ കണ്ടാമിനേഷൻ എമിനേറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദ കണ്ടാമിനേഷൻ ഇഷ്യൂസ്. അപ്പോൾ ഏത് കണ്ടാമിനേഷൻ ഇഷ്യൂസ് ആണെന്ന് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം, ഐഡിയ അതിൻ്റെ പുറകിലോട്ടാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഇറ്റ് ഈസ് സ്പ്രെഡ് എഗെയിൻ ഇറ്റ് എന്നുള്ളതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൂവിങ് ടു ദ ബാക്ക്വേർഡ് റെഫറൻസ് അനദർ നമ്മളുടെ സെൻറ്റൻസിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് എഗെയിൻ ഇറ്റ് എന്നാണ്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് പ്രീവിയസ് ലൈൻ വായിക്കുമ്പോൾ അവിടെയാണ് നമ്മളോട് പറയുന്നത് ട്രക്കോമ എന്നുള്ളൊരു കാര്യം നമുക്ക് തരുന്നത്. ട്രക്കോമ റിസർച്ച്ഡ് ഓൺ ദ ഐലൻഡ് ബൈ ദ ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ. അപ്പോൾ അവിടെ നമുക്ക് ട്രക്കോമയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ട്രക്കോമ എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, വിച്ച് ടേൺസ് ദ ഐലാഷസ് ഇൻവേർട്ട് ആൻഡ് അഫക്റ്റ് ഓൾമോസ്റ്റ് 2 മില്യൺ പീപ്പിൾ വേൾഡ് വൈഡ്. അഗെയിൻ ഇറ്റ് ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ ട്രക്കോമയാണ് നമുക്ക് അവിടെ പറയുന്നത് അല്ലേ. ട്രക്കോമ ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് കോസ് ഓഫ് പ്രിവെൻറ്റബിൾ ബ്ലൈൻഡ്നെസ്. അനദർ സെൻറ്റൻസിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ട്രക്കോമ ഈസ് സ്പ്രെഡ് വയ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ്, ക്ലോത്തിങ് ഓർ ഇൻഫെക്റ്റഡ് ഫയൽസ് കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഐസ്. ദ കണ്ടാമിനേഷൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവിടുത്തെ കണ്ടാമിനേഷൻ ഇഷ്യൂ ആയിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ട്രക്കോമയാണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ട്രക്കോമ. Hope it's useful. Thank you.